ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ മർദ്ദിച്ച പി.കെ. ഫിറോസിൻ്റെ സഹോദരൻ ഉജൈറിന് ജാമ്യമില്ല. ജാമ്യം കൊടുക്കരുത്. കാരണം ഈ എല്ലാ പോലീസുകാരും നമ്മളോട് അന്വേഷണത്തിൻ്റെ ഭാഗമായി ചിലരുടെയൊക്കെ മെക്കിട്ട് ചുമ്മാ കയറുന്നവരുണ്ട്. പക്ഷെ എന്നാലും നല്ല പോലീസുകാരും ഉണ്ട്. അതിൽ ഇത്ര ഇന്ന ആളുടെ അനിയനാണെന്ന് നോക്കില്ല. ലഹരി പരിശോധനയ്ക്ക് കഴിയുമ്പോൾ നമുക്കൊരു മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടുള്ളൂ. ആ രീതിക്ക് ഒന്ന് പെരുമാറിയിരുന്നെങ്കിൽ ഇദ്ദേഹം കുറ്റക്കാരനാവില്ല. എന്തോ ലഹരി കേസിന് പരിശോധിക്കാൻ വന്ന പോലീസിനെ ഇടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അതിന് ഡ്യൂട്ടിക്കിടയിൽ പോലീസിനെ മർദ്ദിച്ചാൽ വേറെ കേസുണ്ട്. അതിന് ഒരുപാട് വകുപ്പുകളുണ്ട്. അത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ളത്. പിന്നെ ജോലിയിലിരിക്കുന്ന പോലീസുകാരനൊരു നിരപരാധി, അതായത് സാധാരണക്കാരൻ്റെ മേൽ തല്ലിയാലും അതിനും ചെറിയ കേസുണ്ട്. പക്ഷെ ഇവിടെ ആദ്യമാണ് വന്നത് ലഹരി പരിശോധനയ്ക്കിടെ കൃത്യനിർവഹണത്തിനിടെ മർദ്ദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്താലും പോലീസല്ല, ഇനി പട്ടാളം ഒന്നും ചെയ്താലും എനിക്ക് ഇന്നൊരു പവറുണ്ടെന്നുള്ള തിരിച്ചറിവാണ് ഇവർ ഇത്രയും പോലീസുകാരോടുള്ള കുറ്റകൃത്യങ്ങളോടൊക്കെ ഒരു ഭയപ്പാട് വരുന്നത്. അത് വലിയ ചെറുതെന്നല്ല, വലുതായാലും. പക്ഷേ ഇത് ശക്തമായി പോലീസ് ഇടപെടുകയാണെങ്കിൽ അധികാരങ്ങളൊന്നും അവരുടെ മുമ്പിൽ ഫലിക്കുക ഇല്ലാതിരുന്നാൽ കുറേ കുറ്റകൃത്യങ്ങൾ ഒഴിവാക്കാം. ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാതിരിക്കുന്ന അത്തരത്തിലൊരു നടപടി തന്നെയാണ്. തീർച്ചയായിട്ടും അത് നടപടി തന്നെ സ്വീകരിക്കണം. എന്തെങ്കിലും മടിയിൽ കണ്ണുള്ളതല്ലേ വഴി പേടിക്കേണ്ടേ ഉള്ളൂ. അയാൾക്ക് അന്വേഷണത്തോട് സഹകരിച്ചിരുന്നെങ്കിൽ ഇന്നുണ്ടാകുന്നില്ല. എന്നാലും ജാമ്യം കൊടുക്കരുത്.